സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നാളെ ദിവസമായിട്ട് നമ്മളൊരു വീഡിയോ ഇടാനുണ്ട്. സോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിൽ സ്വാഗതം. എന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് 3 പെറ്റിനെ കഴിഞ്ഞത് അത് ചെറു ഇതുണ്ട്. ഇത് ടൂട്ടി, ഇത് ടൂട്ടൻ, ഇത് ബ്രൂണോ. ഓ ഗൈസ്, നമ്മുടെ ബ്രൂണോ വളർന്നു ഗൈസ്. കുഞ്ഞു ചേർക്കാനുണ്ട്, നമ്മുടെ ബ്രൂണോ വളർന്നുണ്ട്. സോ അതാണ് നമ്മുടെ ബ്രൂണോ. ഇത് ഹോഴ്സ് നെയിം, ഇത് ഹോഴ്സ് ജിബ്രൂട്ടൻ എന്നൊരു പേര് കിട്ടിയില്ല. മിക്കവാറും ജിബ്രൂട്ടിനുണ്ട്. സോ അപ്പോൾ ഈ മക്കത്തട എന്താണ് വെക്കുന്നത്? അയ്യം പൊട്ട സാധനങ്ങൾ അത്രേ വിൽക്കത്തുള്ളൂ. ഇല്ല, എൻ്റെ ഒരു എമറാൾഡ് ഇരിക്കുന്നുണ്ടല്ലോ. സോ അപ്പം നമ്മുടെ എമറാൾഡ് ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ നൈസായിട്ട് അതങ്ങ് എടുക്കാൻ പോവാം. സോ നമ്മുടെ എമറാൾഡ് നമ്മൾ വീട് പണി ചെയ്യാൻ പോണ്. നമ്മളെ എപ്പിക് ഹൗസ് ഒന്നല്ല. സോ നമ്മൾ പെയിലോക്ക് മേടിക്കാൻ പോണ്. കാരണം എന്തിനാ പെയിലോക്ക് മേടിക്കുന്നതെന്ന് വെച്ചാൽ പെയിലോക്ക് നല്ലൊരു ലോകമാണ്. ഇതുകൊണ്ട് നിങ്ങളുണ്ടോ ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതുകൊണ്ട് അപ്പം നല്ല വെള്ള കളർ ചെയ്യും. സോ തൽക്കാലത്തിന് നമുക്ക് എല്ലാം സ്ട്രിപ്പ് ചെയ്തേക്കത്. ഞാൻ സ്ട്രിപ്പ് ചെയ്ത് ഇത് ഞാൻ കണ്ടില്ല ഗൈസ്. ഈ റീസോഴ്സസ് മൊത്തം ഞാൻ ഓഫ് ക്യാമറ വേണ്ടി ചെയ്തേ, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അയ്യോ ഗൈസ്, ഈട്ടാ എൻ്റെ പെയിലൊക്കെ പോയടാ. ഇവൻ തോന്നിച്ച് ഗൈസ്. എന്ത് ചെയ്യാൻ കഷ്ടമുണ്ടല്ലോ. തൽക്കാലത്തിന് താരത്തെ ലെയർ മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ മോപ്സ് സ്പോണായില്ല. ചിലപ്പോൾ ഇല്ലെങ്കിലും സ്പോണായാലോ. തൽക്കാലത്തിന് നമുക്കൊരു ടോർച്ച് വെച്ചേക്കാം. എന്നാലും എന്ത് കഷ്ടമുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഓടിയിട്ടും പൊട്ടിത്തെറിച്ചവൻ. ഇന്നലെ അങ്ങനെ തന്നെ എൻ്റെ വീട് പണിയുടെ റീസോഴ്സസും പോയി, എൻ്റെ അയൺ ആർമറും പോയി. ഞാൻ ഒന്നും കൂടി അങ്ങനെ കഷ്ടപ്പെട്ട് ഗ്രൈൻഡിങ് ആയിരുന്നു. ഗ്രൈൻഡിങ് എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, ഞാൻ കോപ്പി എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ കോപ്പി കളിക്കുമായിരുന്നു. സോ എന്ത് കഷ്ടമാണെന്നറിയാം ഗൈസ് ഈ ക്രീപ്പർ കൊണ്ട്. ഇനി ഞാൻ മിക്കവാറും മോപ്പ് ക്യാപ്പ് ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോപ്പ് ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരൊറ്റ മോബിനെ മാത്രമായിട്ട് മോപ്പ് ക്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. സോ ആ പരിപാടി നമ്മൾ എന്തായാലും ചെയ്തിരിക്കും ഒരു ദിവസം. സോ ഇത്രയും നല്ല ഓക്കൂടി മൈൻക്രാഫ്റ്റിൽ എവിടെയില്ല. ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീട് പണിയാൻ പോണ്. തൽക്കാലത്തിന് ഇപ്പോൾ ഒരു രാത്രിയായി, ഉറങ്ങി എണിക്കട്ടെ, എന്നിട്ട് വീടുണ്ടാക്കാം. സോ ഒരു സ്റ്റാക്ക് ഇത്, ഒരു സ്റ്റാക്ക് ഇത് ബെഡ് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാക്കിന് ആദ്യം അര സ്റ്റാക്ക് എടുക്കാം. എന്നിട്ട് അര സ്റ്റാക്ക് തീർന്നിട്ട് ഒരു സ്റ്റാക്ക് എടുക്കാം. സോ നമുക്ക് മാംഗ്രോവ് വുഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മാംഗ്രോവ് ട്രാപ്പ് ഡോറൊക്കെ ഇരിക്കുന്നത്. പിന്നെ ആ ഫ്യൂലായി വെച്ചിരിക്കുന്ന മാംഗ്രോവ് സ്ലാബായി വെക്കുന്നതാണ് നല്ലത്. ഞാൻ ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ സോ നല്ല കഷ്ടപ്പാടായിരുന്നു ഗൈസ്. നമ്മൾ ഏകദേശം എത്ര ദിവസമായി വീഡിയോ എടുത്തു? ഒരാഴ്ചയായെന്ന് തോന്നുന്നു. ഒരാഴ്ച ആയിട്ടുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ എന്നാലും ബ്രൂണോ വളർന്നു, അതാണ് എനിക്കിഷ്ടമായത്. ഇത് ബ്രൂണോ ഗൈസ്. ഒരൊറ്റ നെയിം ടാഗേ ഉള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ സാധനം പറയാൻ മറന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ഫിഷ് ഫാം. നിറയെ ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്ത് പോയി തോന്നുന്നു. അത് സീനില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട് പണിക്കുള്ള സ്ഥലം ക്ലിയർ ആക്കിയിട്ട് ഞാൻ വരാം. ഉടനെ തന്നെ വരാം ഗൈസ്. അത്രയ്ക്ക് നേരം എടുക്കില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ വരാം. സോ ഗൈസ്, ഞാൻ സ്ഥലമെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വീട് വരുന്നത്. തൽക്കാലത്തിന് ഈ സീഡ്സ് എല്ലാം പൊട്ടിച്ചെടുക്കുക. താരം ഞാൻ ഉണ്ടാക്കാൻ നോക്കി ഗൈസ്, പക്ഷേ അത് അവിടെ നമ്മുടെ ഫാമിങ് ഏരിയ വരുന്നതുകൊണ്ട് സോ അതങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ പൊട്ടിച്ച കയ്യിലുള്ള ഡസ്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്ലാറ്റ് ചെയ്തെടുത്തു. സോ അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എല്ലാ ഗ്രാസും പൊട്ടിച്ചെടുക്കാം. ഇവിടെ ഇരിക്കട്ടെ, പക്ഷേ ഇവിടെയാണ് നമ്മുടെ വീടൊക്കെ വരുന്നത്. സോ ഇവിടെ ഇരിക്കുന്നതൊക്കെ കുറച്ച് ഇത് പാടായിരിക്കും നമുക്ക് വീടുണ്ടാക്കുമ്പോൾ. സോ ഇവിടെയുള്ള എല്ലാം പൊട്ടിച്ചെടുക്കാം ഗ്രാസ്. അതുപോലെ നമുക്ക് സീഡ്സും കിട്ടാൻ നിറയെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും സീഡ് കിട്ടുന്നു അത്രയും നല്ലതാണ്. നമുക്ക്
കോഴി ഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്കൊരു ഫാം അറിയാം, ആ ഫാം ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ സീഡ് ഉണ്ടാക്കാനേ ഉള്ളൂ. പക്ഷെ അതിന് നിറയെ ഐറ്റംസ് വേണം ഗൈസ്. അതിന് ഡിസ്പെൻസറും പിസ്റ്റണൊക്കെ വേണം. ഹങ്കർ ഓർമ്മ, നമ്മുടെ ബ്രെഡ് ഇരിക്കുന്നു. എന്തിനാ പേടിക്കുന്നത്? ഈ ബ്രെഡ് തന്നെ പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ അത് നമ്മൾ ആലോചിക്കണം. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 2 എപ്പിസോഡും കൊണ്ടാണ് വീടുണ്ടാക്കുന്നത്. സോ അപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയി കൂട്ടിക്കോ. 4 ബ്ലോക്ക് ഇങ്ങനെ വെച്ച്, ഇപ്പോൾ ഇത് 4 ബ്ലോക്കായി. 5 ബ്ലോക്ക് ഇങ്ങനെ 6 ബ്ലോക്ക് വെച്ചിട്ട് ഉണ്ട്. ഇതും കൂടി ചേർത്ത് 6 ബ്ലോക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ 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 പിന്നെ ഒരു ബ്ലോക്കും കൂടി കൂട്ടി അത് രണ്ടും കണക്ട് ചെയ്യുക. ചിലപ്പോൾ ഒരു ബ്ലോക്ക് കൂടിപ്പോയി കാണും ഗൈസ്. ആ ഒരു ബ്ലോക്ക് കൂടിപ്പോയി. അത് സ്ട്രിപ്പ് ആണെങ്കിൽ നിങ്ങൾ സ്ട്രിപ്പ് ചെയ്തോ, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് കോബിൾ സ്റ്റോൺ ഇവിടെ ഇങ്ങനെ വെക്കുക. അത് 4 സൈഡിൽ ഇങ്ങനെ വെക്കണം. എന്തിനാ വെക്കുന്നതെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഈ ബിൽഡ് അത് ഒരു കുളമായി പോകും. സോ നമ്മൾ സെക്കൻഡ് ഫ്ലോർ ഉണ്ട് ഈ വീടിൽ. സോ 1 2 ഇപ്പം 3 ബ്ലോക്കായി, 4 ബ്ലോക്കായി, 5 6. ഓക്കെ, നമ്മൾ ഇത്രയും കൂട്ടിയിട്ട് ഇങ്ങനെ 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 കൂട്ടിയിട്ട് ഗായ്സ് ചെറിയൊരു തെറ്റ് പറ്റി. നമുക്ക് ഈ ബിൽഡ് കുറച്ച് വലുതാക്കാം. ബിഗിനേഴ്സിൻ്റെ ഹോമാണെങ്കിലും കുറച്ച് വലുതായി കിടക്കട്ടെ. നമ്മൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കിയത് കുറച്ചങ്ങ് വലുത് നീണ്ട് കിടക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നോക്കാൻ മതി. പിന്നെ നമ്മളൊരു വലിയ വീടാണ് ഉണ്ടാക്കുന്നത്. സോ ഞാനാണെങ്കിൽ റീസോഴ്സ് ഗ്യാതറിങ്ങിൻ്റെ എപ്പിസോഡ് ഇടാമെന്ന് വിചാരിച്ചു ഗൈസ്. അത് റെക്കോർഡ് ചെയ്തു, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചാൽ അത് അപ്ലോഡ് ചെയ്തില്ല. സോ അത് വേണമായിരുന്നെങ്കിൽ ആരും ഞാൻ കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോ അടുത്ത ദിവസം ഇട്ടിട്ട് പിന്നെ ആ വീഡിയോ ഇട്ടിട്ട് പിന്നെ അടുത്ത വീഡിയോ ഇടും. സോ എന്നിട്ട് ഇത് മാറ്റണം. ഈ ലെയർ ഇപ്പോഴല്ലേ വെക്കണ്ടേ? ഇപ്പം തന്നെ 7 മിനിറ്റായി ഗായ്സ്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ, സോ നമ്മൾ 4 ബ്ലോക്ക് 2 3 4 അടിയിലത്തെ ബ്ലോക്കും കൂടി ചേർത്തിട്ടാണ് ഗൈസ്. സോ നമ്മൾ അതിപ്പോൾ റീച്ചാവില്ല. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇത് കൊള്ളാവോ വെച്ചാൽ ഇത്തിരി വലുത് വീട് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഐഡിയ വന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റേഴ്സ് വെക്കും അടുത്ത ഫ്ലോറിൽ. അതാണ് നമ്മുടെ പ്ലാന്. സോ സ്റ്റേഴ്സ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വെക്കുന്നുള്ളൂ. സോ ഇവിടെ ഒരു ഓപ്ലോഡ് ഇങ്ങനെ നിങ്ങൾ എല്ലാ സൈഡിലും ഇങ്ങനെ ഒരു പില്ലർ വെക്കണം ഗൈസ്, ഇങ്ങനെ. എന്നിട്ട് പിന്നെ ഈ ഗ്ലാസ് പാന് ഇതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചില പേർക്ക് അറിയത്തില്ലായിരിക്കും. അതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ കണ്ടിന്യൂസ് ക്ലാസ് ആയതുകൊണ്ട് പിന്നെ കാണാൻ കൊള്ളാം. ഈ അടിയിലത്തെ എന്താണോ എന്തോ എൻ്റെ വെർഷൻ്റെ ഒരു ചെറിയ ബഗ്ഗാണ്. അത് നിങ്ങൾ മൈൻഡാക്കണ്ട. നിങ്ങൾക്ക് ആ ബഗ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായി കളിച്ചു പോവാം. പിന്നെ ആ ബഗ്ഗൊന്നും അത്രയ്ക്ക് വലിയ സീനൊന്നുമില്ല. മൈൻക്രാഫ്റ്റ് തന്നെ അടിച്ചു പോകുന്നൊന്നുമില്ല. സോ ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ ഒരു പൊസിഷൻ ഇട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ഞാൻ എവിടെ വീടുണ്ടാക്കുന്നതെന്ന് തപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ എൻ്റെ വീട്ടിലേക്ക് വരാം. സോ അത് എല്ലാ വേൾഡിലും അങ്ങനെ വരത്തില്ല. നിങ്ങൾ മൾട്ടിപ്ലെയറായിട്ട് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. സോ അയ്യോ തെറ്റിപ്പോയി ഗൈസ്. ഇവിടെ ഓക്ലോഗാണ് വരണ്ടേ. ഓക്ലോഗ് ഇച്ചിരി എക്സ്പെൻസീവ് അല്ലേന്ന് ചോദിച്ചാൽ ഒടുക്കത്തെ എക്സ്പെൻസീവാണ്. പിന്നെ എന്താത്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലുക്കൊന്നും കിട്ടട്ടെ, റിച്ചാന്ന് പറയാൻ വേണ്ടി. ഈ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം കുറച്ച് ദിവസം ഈ വീട്ടിൻ്റെ അകത്ത് കയറി ജീവിക്കാൻ. ഇത്രയും ദിവസം ഞാൻ എവിടെ ജീവിച്ചു എന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ മലയുടെ മുകളിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ മാറ്റി ഇപ്പം നമ്മൾ പുതിയ വീടിലാണ് ജീവിക്കാൻ പോകുന്നത്. സോ നമ്മളിവിടെ മാംഗ്രോവിൻ്റെ ഡോറ് വെക്കണമെന്ന്
തോന്നുന്നു. ആർക്കെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ മാംഗ്രോവിൻ്റെ വെക്കുന്നില്ല, ഓക്കിൻ്റെ വെക്കാം. ഇത് കഴിഞ്ഞ സീസൺ പോലെ എന്തോ തെറ്റില്ല. ഇനി നമുക്ക് കുറച്ച് ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കാം ഇത് വെച്ച്. പിന്നെ നമ്മുടെ ഓക്ക് പ്ലാങ്ക് വെച്ച് രാത്രി ആവറായെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ 15 മിനിറ്റ് ലെങ്ത് കാണും. എന്തിനാ ഇപ്പം തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ചുമ്മാ പറയുന്നത്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. സോ നമ്മൾ താഴെ മൊത്തം ഓക്ക് പ്ലാങ്ക് ആക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു നമ്മളെ ഇത് വെക്കാമെന്ന്, നമ്മുടെ ഇത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്വന്തം ഈ സംഭവമില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാണ്ട് ഈ കമൻറ്റ് ചെയ്യാം. മറ്റേ ഈ സംഭവം ഉണ്ടല്ലോ, ഓക്ലോഗ് അതുപോലും മറന്നുപോയി. എൻ്റെ പൊന്നു, ഞാൻ എത്ര മൈൻക്രാഫ്റ്റ് കളിച്ചാലും ഞാൻ അത്രയ്ക്ക് പൊട്ടനാ. സോ പിന്നെ ആ പട്ടിക്കുട്ടനുള്ള പേരെല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ എനിക്കൊന്നും കിട്ടുന്നില്ല, ബ്രൂണോ എന്ന് അല്ലാതെ. പിന്നെ സോ നമുക്ക് നല്ല പേരൊന്നും ഇല്ല. തൽക്കാലത്തിന് നിങ്ങളുടെ പേര് തന്നെ ഞാൻ വെക്കാം. പിന്നെ കമൻറ്റിൽ ഇട്ടില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ടൊരു പേര് കണ്ടുപിടിച്ച് വെച്ചേക്കാം. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ നോക്കുമ്പോൾ ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകുക. അത് ഫ്രീ അല്ല, ചുമ്മാ ജസ്റ്റ് കിട്ടുകൊണ്ട് പോവുക. ഞാൻ റിപ്ലൈ എന്നും നോക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാം. സോ ഒരു ബ്രോ സർവറിൽ കയറുന്നുണ്ടാവും പറഞ്ഞു. നമ്മളെന്തായാലും കയറൂലേ ബ്രോ, എന്തിനാ അങ്ങനെ ചോദിച്ചേ? നമ്മളെന്തായാലും കയറും ബ്രോ. പക്ഷേ അതിൻ്റെ നെയിമെന്ന് പറഞ്ഞു. സോ എൻ്റെ പേരിപ്പോൾ സ്റ്റീവ് എന്നാണ് നടക്കുന്നത്. പിന്നെ ഞാൻ മാറ്റുന്നുണ്ടായാലും ഞാൻ ഒരു മാനിയ ഗെയിമേഴ്സ് 14 ഇടാനാണ്, അല്ലെങ്കിൽ മാനിയിടാം. സോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മുടെ വീട് കുറച്ചങ്ങ് മെനയായത്. സോ കുറച്ചും കൂടി ഓക്ക് പ്ലാങ്ക് വേണം. സോ അതും കൂടി ഉണ്ടാക്കട്ടെ. ഏകദേശം ഒരു ഇത്ര മതിയായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ ലാൻഡാണ് ആയിരിക്കും ഇടുന്നത്, പക്ഷെ അതിനുള്ള അയണില്ല. തൽക്കാലത്തിന് നമ്മൾ ടോർച്ച് വെച്ചാൽ മതി. ഈ വേൾഡ് അയണ് റിച്ച് ആവണം. എന്നാലും ബിഗിനേഴ്സിനൊന്നും അത് ഉണ്ടാക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ചില ബിഗിനേഴ്സിനൊക്കെ ചില ഐറ്റംസ് അറിയില്ല ഉണ്ടാക്കാൻ. നല്ല ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാനിപ്പോൾ നല്ലൊരു ബിഗിനറാണ്, അതുകൊണ്ട് ഞാൻ ലാൻഡ് വെക്കുന്നില്ല. കഴിഞ്ഞ സീസണിൽ വെച്ചു. ഗൈസ് 2 വേസ്റ്റായി. ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര പാടായെന്നൊന്നും അറിയാം നിങ്ങൾക്ക്. ഒരു സ്മെൽറ്റായി പോലും ഇല്ല. അത് ആവശ്യത്തിന് സ്മെൽറ്റാവത്തുമില്ല സാധനം. അത് സ്മെൽറ്റായില്ലെങ്കിൽ ഉണ്ടാക്കാനും പറ്റത്തില്ല. അത്രയ്ക്ക് റിച്ചാണ് ഉണ്ടാക്കേണ്ടത്. സോ നമ്മൾ 4 സൈഡിൽ വെച്ച് സോ ഇപ്പോൾ നമ്മുടെ വീട് കുറച്ച് കൊള്ളാലോ. എന്നാലും പോരാ. എന്താ പോരാത്തതെന്ന് വെച്ചാൽ എല്ലാവരും ഗസ് ചെയ്യുക. സോ അതന്നെ, നമ്മൾ മെയിൻ സാധനം ഉണ്ടാക്കിയില്ലേ വീട്ടിലത്തെ വാതിലില്ലാതെ നമ്മളെങ്ങനെ കയറാനാ? ഓക്കെ, ഒരെണ്ണം വെച്ച് 3 വാതിലും ഉണ്ടാക്കി. പിന്നെ അവിടെ ഒരു വാതിലും കൊണ്ട് വെക്കണം. ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ സീസൺ ഉണ്ടാക്കിയ റൂഫല്ല വെക്കാൻ പോകുന്നത്. ഈ പ്രാവശ്യം നമ്മൾ വേറൊരു ഡോറാക്കാം. ഇങ്ങനെ വെച്ചാൽ സോംബി പൊട്ടിക്കുന്നതാണ്. അപ്പോൾ സോംബിക്ക് ബ്രെയിൻ സെൽസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ വെച്ചാൽ, അല്ല ഇങ്ങനെ വെക്കാനൊക്കെ പറ്റുമല്ലോ. ഇങ്ങനെ വെച്ചാൽ ആ സോംബി വിചാരിക്കുന്നത് തുറന്നിരിക്കുന്ന, പക്ഷേ ഇതിൻ്റെ അകത്ത് കൂടി പോകാൻ പറ്റത്തില്ല. കണ്ടോ? സോ അതാണ് സോംബിക്കില്ലാത്ത ബുദ്ധി. ഈ സോംബി ഇത് പൊട്ടിക്കത്തില്ല, തുറന്നിരിക്കുന്നു വിചാരിക്കും. പക്ഷെ ആ മണ്ടയങ്ങ് കയറി ചെല്ലും. അപ്പോഴോ അവനവിടെ കുടുങ്ങിയിരിക്കും. പിന്നെ രാവിലെ ആവും അവൻ വെയിലടിക്കും, മരിച്ചു പോകും. ഇത്രേ ഉള്ളൂ ഗൈസ്. സോ ഇനി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അപ്സ്റ്റേഴ്സ് ഉണ്ടാക്കാം. അപ്സ്റ്റേഴ്സിലുള്ള ഫ്ലോർ എന്നല്ല,
ഫ്ലോർ ഉണ്ടാക്കാം. സോ നമ്മൾ ഈ 34 സ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മുകളിലേക്ക് പോകാനുള്ള വേ സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ ഇനിച്ചിരി നമുക്ക് വുഡിൻ്റെ ആവശ്യം വരും. സോ ഇങ്ങനെ വെക്കുക. പിന്നെ നമ്മൾ പുറകിലും വെക്കും. ഇല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ വുഡ് കിട്ടാൻ നല്ല പാടായിരിക്കും. ഇവിടെ എനിക്ക് പോലും നിറയെ വുഡില്ല. അപ്പം ബിഗിനേഴ്സിന് ഉണ്ടാതിരിക്കില്ലല്ലോ. അത് ഉണ്ടാവാതിരിക്കും. ഗായ്സ്, ഒരു ഷീപ്പ് വെള്ളത്തിൽ കുടുങ്ങി. എൻ്റെ കഴിഞ്ഞ സീരീസ് കണ്ട എല്ലാവർക്കും അറിയാം, ഒരു പാവം കോഴിക്കുട്ടൻ വെള്ളത്തിൽ വീണിട്ട് ഞാൻ രക്ഷിച്ചൊക്കെ. അത് നമ്മൾ വീണ്ടും ചെയ്യാൻ പോവാണ് ഗൈസ്. രക്ഷ ചെയ്യുന്ന അണ്ണൻ ഈസ് ബാക്ക്. ഒരു വേൾഡ് പോയതിൻ്റെ ഗൈസ് നമ്മൾ ആകെ 3 ഓപ്ലാങ്കേ ഉള്ളൂ. ഇതൊന്നും ഇവിടെ വെച്ചാൽ തികയത്തില്ലെന്ന് എന്തായാലും അതുകൊണ്ട് ഇവിടെ ഇത്രയേ വെക്കാൻ പറ്റിയുള്ളൂ. സോ അപ്പോൾ വീട് പണി എന്തായാലും കൊള്ളാം. ഞാൻ എൻ്റെ ബെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോയിലേക്ക് എത്ര ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ പീസ് ഔട്ട്. ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.